തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെഎസ്ഇബിയുടെ വീഴ്ച സംബന്ധിച്ച വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അനധികൃതമായി ലൈനിന് കീഴിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിന് സ്കൂൾ അധികൃതരും ഉത്തരവാദികളാണെന്നും പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. വീട്ടിലെ മകൻ മരിച്ച ദുഃഖമാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി സ്കൂൾ സന്ദർശിച്ചു. സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു. അപ്പം അതിനുശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും. എന്തായാലും സംഭവിച്ചു പോയി. നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ. അത്ര വിഷമമാണുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ കയറിയത്. അത്ര ആ നിലയിൽ മനസ്സുള്ളവനാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ സ്ഥലത്തില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ ആ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ അടിയന്തരമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് സംഭവം. എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ്. 14,000 സ്കൂളുകളുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കഷ്ടമായ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അങ്ങേറ്റം വിഷമമുണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സംഗതിയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. അത് കളിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കയറി കൂട്ടുകാരുടെ ചെരുപ്പ് പോയിട്ട് അവിടെ എടുക്കാൻ പോയെന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടു. ഇങ്ങനെയുണ്ടായ വളരെ സങ്കടകരമാണ്, ദുഃഖകരമാണ്. ശക്തമായ അന്വേഷണം നടത്തും. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ്. അത് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ആ കുടുംബത്തിൻ്റെയും ഒപ്പം വിഷമത്തിലെല്ലാം പങ്കുചേരുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്കൂൾ അധികൃതർക്കും വൈദ്യുതി വകുപ്പിനും വീഴ്ചയുണ്ടായതായും വിമർശനമുയർന്നു. നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ്. അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ്. കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത്. സ്കൂൾ CPM ഭരിക്കുന്നതല്ലെന്നായിരുന്നു MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അവിടെയുള്ള മാനേജ്മെന്റ് ജനകീയ സമിതിയാണ്. അതിൽ പാർട്ടിക്കാരുമുണ്ട്. ആവശ്യമായ പരിശോധന സർക്കാർ സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.